സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ളത്. ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്നത് ആ കുടുംബത്തിന്റെ പ്രതിസന്ധി കൂടെ നിൽക്കുവാൻ നമുക്ക് കഴിയണം. അത് സഭയ്ക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇവിടുത്തെ ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ വർഗത്തിനോട് പറയുവാനുള്ളത്, യജമാനിന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണം കഴിച്ചു ജീവിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പുതിയ സ്കൂൾ വേണ്ട, കോളേജ് വേണ്ട, സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ ഈ സഭയ്ക്ക് വേണ്ട. എങ്കിൽ സഭയ്ക്ക് വേണ്ടത് ഈ ഞങ്ങളുടെ മകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയുവാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ നിന്ന് ഞങ്ങളെ നീക്കി നിർത്തരുത്. ഞങ്ങളുടെ മകൾക്ക് അവൾ പഠിക്കുവാൻ പോയി, പള്ളിയിൽ പ്രാർത്ഥിക്കുവാൻ പോയി, അവിടെ നിന്നിറങ്ങിയ എന്റെ മകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് എന്നെ ബോധ്യപ്പെടുത്തേണ്ട ധാർമ്മികതയിൽ നിന്ന് ഞങ്ങളെ നീക്കി നിർത്തരുത്. അതുകൊണ്ട് പ്രാർത്ഥിക്കണം, കുടുംബത്തോട് ചേർന്ന് നിൽക്കണം, കുടുംബത്തിന്റെ നാവായി നാം നിൽക്കണം. വേദനിക്കുന്ന കുടുംബം അവരുടെ ശബ്ദം ചിലപ്പോൾ കേൾക്കണമെന്നില്ല. ഒറ്റപ്പെട്ട അപ്പന്റെയോ അമ്മയുടെ ശബ്ദം ഈ സമൂഹം കേൾക്കണമെന്നില്ല. എന്നാൽ നാം അവരുടെ ശബ്ദമായി മാറണം. അങ്ങനെ ഈ ദിവസത്തെ നമ്മുടെ പ്രാർത്ഥന, ഈ ദിവസത്തെ നമ്മുടെ സാക്ഷ്യം, ഈ ദിവസത്തെ നമ്മുടെ കൂട്ടായ്മ ആ കുടുംബത്തിനോടൊപ്പം ആയിരിക്കണം. ആ കുടുംബത്തിന് നീതി ലഭിക്കുവാൻ, എന്റെ മകൾ, അവൾക്ക് എന്ത് സംഭവിച്ചു, എന്റെ മകൾക്ക് എന്താണ് സംഭവിച്ചത്, അവൾ കേവലം ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ബോധ്യപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്വം ഇല്ലേ? ഒരു ഉത്തരവാദിത്വം ഇല്ലേ? ചോറ് ഇപ്പൊ നമ്മൾ വീട്ടില് ഭക്ഷണം രാവിലെ വെച്ചു, എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു, എടുത്തു വെക്കുമ്പോൾ വളിച്ചു പോയി എന്നൊക്കെ പറയില്ലേ, കേടായി പോയി. അപ്പൊ ചോദിക്കുമ്പോൾ നമ്മൾ പറയില്ല അതിനൊരു കാരണം. ഞാൻ വളരെ സിമ്പിളായിട്ട് കാര്യം പറഞ്ഞതാണ്. ഏതിനൊരു കാരണം വേണ്ടേ? വെറുതെ പഠിക്കാൻ പോയി കുടുംബത്തിനോട് സംസാരിച്ച് സന്തോഷമായി ജീവിച്ച ഒരു കുടുംബത്തിലെ ഒരു മകൻ, അദ്ദേഹത്തിന്റെ പിതാവ് സ്വന്തമായി ചില അന്വേഷണങ്ങൾ നടത്തി, കയ്യിൽ കണ്ട പാട്, മുറിവുകൾ, ഇതൊക്കെ കാണിച്ചിട്ടും ഇതൊന്നും എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ഈ 9 വർഷത്തിലും കണ്ടെത്തുവാനോ ആ കുടുംബത്തിനെ ബോധ്യപ്പെടുത്തുവാനോ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ കൂട്ടായ്മ ഏറെ ശക്തമായി. ഇതുപോലെ ഒത്തിരി ഉണ്ട്. ഇതൊന്നുമല്ല നമ്മൾ ശക്തരോ അങ്ങനെ നമ്മൾ രാഷ്ട്രീയ വിലപേശലൊന്നും മലങ്കര സഭ ഒന്നും നിന്നിട്ടില്ല. ഒരാളെ കൂടെ ഞാൻ നിങ്ങൾക്കൊന്നും പരിചയപ്പെടുന്നു. ഒത്തിരി പേരുണ്ടെങ്കിലും മലങ്കര വർഗീസിയല്ല ഇല്ലേ? അദ്ദേഹം വെള്ളത്തിൽ വീണ് മരിച്ചൊന്നുമല്ലല്ലോ. എത്ര വെട്ട് വീണ് ചോരയാൽ ഒരു ഹൈവേയിൽ കിടന്ന മനുഷ്യന്റെ കൊലയാളിയെ പിടിക്കാൻ ഇന്നും ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മലങ്കര സഭയ്ക്ക് ഇതുപോലെ ഏറെ പ്രതിസന്ധികളുണ്ട്. ഞാൻ കാര്യത്തിൽ നിന്നിട്ട് മാറിപ്പോവുകയല്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ആ കുടുംബത്തോട് സഭ ചേർന്ന് നിൽക്കുന്നു. ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. കുടുംബം എടുക്കുന്ന ഏത് നിലപാടിനോടൊപ്പം ഈ ദേവാലയവും ഈ മെത്രാസനവും സഭയും ഉണ്ടെന്ന് ഉറപ്പു നൽകുന്നു. തീർച്ചയായിട്ടും വീണ്ടും ഇവിടുത്തെ ഭരണ പ്രതിപക്ഷ കേന്ദ്ര ഭരണ പ്രതിനിധികൾക്ക് സഭയുടേതായി കത്തുകൊടുക്കുവാൻ ഞങ്ങൾ എല്ലാവരും തയ്യാറാണ്. ഇടവക ആവശ്യപ്പെടുന്ന ഏത് കാര്യത്തിലും ഞങ്ങളുടെ മകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്തുവാനും അത് ഞങ്ങളെ ബോധ്യപ്പെടുത്തുവാനും ഇവിടുത്തെ ഭരണ സമൂഹത്തിൽപ്പെട്ട രാഷ്ട്രീയ നേതൃത്വത്തിലിരിക്കുന്ന ഇടതും വലതും കേന്ദ്രം ഭരിക്കുന്ന BJP ഉൾപ്പെടെയുള്ള ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് അതിനുള്ള ഉത്തരവാദിത്വമുണ്ട്. അവർക്കതിനുള്ള അവരുടെ ജോലിയാണത്. രാജ്യസേവനം എന്ന് പറയുന്നത് കേവലം ഉദ്ഘാടനങ്ങളല്ല, നമ്മുടെയൊക്കെ ജീവന് ഉറപ്പു നൽകുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്തത്തിൽ ഞങ്ങളുടെ മകൾക്കുണ്ടായ ദുഃഖത്തിൽ അടിയന്തരമായ ഇടപെടൽ ഈ 9 വർഷത്തിന് ശേഷവും വീണ്ടും അടിയന്തരം എന്നൊരു വാക്ക് ഉപയോഗിക്കുന്ന അർത്ഥമുണ്ടോ എന്നറിയാം. ഞങ്ങളുടെ സംശയങ്ങൾ, ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഇവിടുത്തെ പോലീസ് അധികാരികൾ, ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ ഉത്തരം കണ്ടെത്തി നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ആവശ്യപ്പെട്ടുകൊണ്ടും ഇന്നത്തെ ഈ യോഗത്തിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ ദൈവം എന്നെ അനുവദിച്ചതിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും ഈ നൊയമ്പുകാലം പ്രാർത്ഥനയുടെ ആയിരിക്കട്ടെ. ആ കുടുംബത്തെ ഓർത്ത്, അവരുടെ വേദനയിൽ ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.